മുഖ്യമന്ത്രി പ്രശ്നം വീണ്ടും കോൺഗ്രസിൽ ഒതുങ്ങുന്നില്ല. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കുകയാണ് മുസ്ലിം ലീഗ്. പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് പറഞ്ഞു. കവലകളിലും കല്യാണ ചടങ്ങുകളിലും മരണ വീടുകളിലും അടക്കം ആളുകൾ വളഞ്ഞിട്ടാക്രമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ മാറ്റു കുറയ്ക്കുന്നതാണ് വിവാദങ്ങളെന്നും പി അബ്ദുൽ ഹമീദ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. വലിയൊരു വിജയം നമ്മൾ ഉണ്ടാക്കിയാണ്. ആ വിജയത്തിന്റെ മാറ്റ് കുറഞ്ഞു പോവുകയാണ്. ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ സാമാജികന്മാര് അപ്പൊ അവർക്ക് തന്നെ അറിയാം അവിടെ പരിപാടികളൊക്കെ ഇങ്ങനെ സൃഷ്ടിച്ചു പോവുകയാണ്. ഇനി നമുക്ക് 23 വരെ സമയമുണ്ട്. അല്ലെങ്കിൽ ഡൽഹിയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് BJP തീരുമാനിച്ച 50 ദിവസം കഴിഞ്ഞിട്ടാണെന്ന് അതൊക്കെ അവിടെ പറയാം. കേരളത്തിലെ ഉത്ബുദ്ധരായ വോട്ടർമാരോട്, സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളക്കാരോട്, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളക്കാരോട് പറയാൻ പറ്റൂല. എല്ലാ കവലകളിലും കല്യാണപ്പരയിലും മരണ വീട്ടിൽ വരെ ഇതാണ് നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുന്നത് ഇതാണ്. ആ ഒരു പ്രയാസമാണ് നമ്മൾ പങ്കിടുന്നത്. അതുകൊണ്ട് ഇനി വളരെ താമസമില്ലാതെ തന്നെ തീരുമാനം വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് MLA-മാർക്കെതിരെ ലീഗ് കേന്ദ്രങ്ങളിൽ പ്രതിഷേധമുയരുകയാണ്. നിശ്ചയിച്ച പരിപാടികൾ വരെ റദ്ദു ചെയ്യേണ്ടി വന്നു. ജനവികാരം അട്ടിമറിക്കുന്നുവെന്നാണ് MLA-മാർക്കെതിരായ ആരോപണം. VS രഞ്ജിത്തും മുബഷീർ P. അക്ബറും നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം മുബഷീറിലേക്കാണ്. മുബഷീർ, ലീഗ് പലതവണ നിലപാട് വ്യക്തമാക്കിയതാണ്. ലീഗ് അത്തരത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് തിരിച്ചും കൃത്യമായി പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസവും ഘടകകക്ഷികളുടെ നിലപാട് അനുസരിച്ചല്ല തീരുമാനമെന്ന് ഹൈക്കമാൻഡിൽ നിന്ന് തന്നെ വാർത്തകൾ വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ തീരുമാനം നീളുന്നതിൽ ലീഗിന് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് പറയാം. കാരണം അത് ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ് എന്നുള്ളത് മാത്രമല്ല, ഈ വിജയത്തിന്റെ ശില്പികളിൽ ഒരാളുമാണ്. തീർച്ചയായും മുഖ്യമന്ത്രി പ്രഖ്യാപനം അനന്തമായി നീളുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുസ്ലിം ലീഗുകാരുടെ അതൃപ്തി പരസ്യമാക്കിയിരിക്കുന്നത്. ലീഗിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി അബ്ദുൽ ഹമീദ് കടുത്ത ഭാഷയിലാണ് നിലവിലെ സാഹചര്യത്തെ വിമർശിക്കുന്നത്. പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. നേതാക്കളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് വിജയം, ചരിത്ര വിജയം വിവിധ മണ്ഡലങ്ങളിൽ UDF-ന്റെ സ്ഥാനാർത്ഥികൾ നേടിയിട്ടുണ്ടെങ്കിലും ഒരു പരിപാടി പോലും നടത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പുറത്തിറങ്ങുമ്പോൾ കല്യാണ വീടുകളിൽ, മരണ വീടുകളിൽ, പൊതു ഇടങ്ങളിലേക്കൊക്കെ തന്നെ ഇറങ്ങുമ്പോൾ ആളുകൾ ചോദിക്കുകയാണ് ആരാണ് മുഖ്യമന്ത്രി, എന്താണ് ഇത്രത്തോളം അനന്തമായി നീളുന്നത്, ആളുകൾ കടന്നാക്രമിക്കുന്നു എന്നുള്ളതാണ് പി അബ്ദുൽ ഹമീദ് പറഞ്ഞു വെക്കുന്നത്. ചരിത്ര വിജയം നേടിയിട്ട് ഇത് അനന്തമായി നീളുന്നത് വലിയ അമർഷം പൊതുവിടങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അത് മുസ്ലിം ലീഗിന്റെ ഒരു നിലപാടായിട്ട് കണക്കാക്കാൻ സാധിക്കും. സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് പി അബ്ദുൽ ഹമീദ് ഇത്തരമൊരു വിമർശനം നടത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ. ഡൽഹിയിൽ BJP ഒക്കെ തന്നെ അധികം വൈകി തീരുമാനമെടുക്കുന്നതാണല്ലോ പതിവ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലെടുക്കാൻ പറയാൻ സാധിക്കില്ല. അണികളോട് ഇക്കാര്യങ്ങൾ പറയാൻ സാധിക്കില്ല. രാവും പകലുമില്ലാതെ UDF-ന്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച അണികളിൽ വലിയ നിരാശയുണ്ടാക്കുന്നതാണ് നിലവിലെ ഈ അനന്തമായി നീണ്ടുപോകുന്ന സാഹചര്യം. അത് മാറണം. അടിയന്തരമായി തന്നെ ഈ ഒരു വിഷയത്തിൽ തീരുമാനമുണ്ടാകണം. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കണം. നിരവധി ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരിഹരിക്കേണ്ട, ഇടപെടേണ്ട UDF-ന്റെ സർക്കാരാണ് വരാൻ പോകുന്നത്. അതിന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ബാക്കി മന്ത്രിമാരെ ഉൾപ്പെടെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പി അബ്ദുൽ ഹമീദ് പറഞ്ഞു വെക്കുന്നത്. ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് തന്നെ ലീഗ് വ്യക്തമാക്കിയിരിക്കുന്നപ്പോൾ കോൺഗ്രസ് ഈ ഒരു വിഷയത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതാണ്, നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി കാണേണ്ടത്. മാധു, VS രഞ്ജിത്ത് കൂടി നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. VS രഞ്ജിത്ത്, ലീഗിന് വലിയ അതൃപ്തി ഉണ്ട് എന്നത് വ്യക്തമാവുകയാണ്. കാരണം ഇപ്പൊ നോക്കൂ, മുഖ്യമന്ത്രി ആരെ എന്ന കാര്യത്തിൽ ലീഗ് അഭിപ്രായം പറയേണ്ടതില്ല എന്ന് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ ലീഗ് അഭിപ്രായം പറയേണ്ടതില്ല എന്ന് കോൺഗ്രസിനോ മറ്റാർക്കുമോ പറയാൻ കഴിയില്ല. മധു, മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ മാത്രമല്ല ലീഗിന് അതൃപ്തിയുള്ളത്, അത് VD സതീശൻ തന്നെ ആയിരിക്കണമെന്നൊരു നിർബന്ധം കൂടി ലീഗിനുണ്ട്. ഇപ്പോൾ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറയുന്നത് വേഗത്തിൽ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. പക്ഷേ ലീഗ് അണികൾക്കുള്ള വികാരം എന്ന് പറയുന്നത്, ലീഗിന്റെ നേതാക്കന്മാർ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ പറഞ്ഞ പോലെ VD സതീശൻ തന്നെ ആയിരിക്കണം ജനവികാരം മാനിച്ചെന്നുള്ളതാണ്. ഇപ്പോൾ മലബാറിൽ ലീഗ് കേന്ദ്രങ്ങളിലുള്ള കോൺഗ്രസിന്റെ MLA-മാർക്ക് അവർ VD സതീശനെ പിന്തുണച്ചില്ല എന്ന പേരിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. VD സതീശനെ പിന്തുണയ്ക്കാത്ത ചില പേരുടകൾ പുറത്തു വന്നിരുന്നു. നേരത്തെ മുകുൾ വാസ്നിക്കിന്റെ കയ്യിലുള്ള പേപ്പർ, അതിൽ KCയെ പിന്തുണച്ച MLA-മാരുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഓരോ മണ്ഡലത്തിലെയും MLA-മാരുടെ പേരെടുത്ത് അവരാർക്കായിരിക്കും പിന്തുണ പ്രഖ്യാപിച്ചതെന്ന് കണ്ടെത്തി അവർക്കെതിരെ പ്രതിഷേധം ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ച് തൃക്കരിപ്പൂരിലേക്ക് കഴിഞ്ഞ ദിവസം നിയുക്ത MLA-ക്ക് വേണ്ടി നിശ്ചയിച്ച പരിപാടികൾ പോലും മാറ്റിവെക്കേണ്ടി എന്ന് പറഞ്ഞു. മറ്റ് ചില മണ്ഡലങ്ങളിൽ കൂടി ഇത്തരത്തിൽ കോൺഗ്രസ് MLA-മാരുടെ പരസ്യമായി കല്യാണ വീട്ടിലും മറ്റിടങ്ങളിലും വെച്ച് ചോദ്യം ചെയ്യുകയും നിങ്ങൾ ആരെയാണ് പിന്തുണയ്ക്കുന്നത്, VD അല്ലെങ്കിൽ മണ്ഡലത്തിൽ ഇറങ്ങാൻ സാധിക്കില്ല എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്ത സാഹചര്യം
പല മണ്ഡലങ്ങളിലും ഉണ്ടായി എന്നാണ് പറയുന്നത്. അതായത് KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന MLA-മാരെ ലീഗ് കേന്ദ്രങ്ങളിൽ നിലം തൊടിയിക്കുന്നില്ല എന്നൊരു പ്രചരണം എന്നൊരു കാര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതൊരു വലിയ പരസ്യ പ്രതിഷേധമായി തന്നെ അണികളുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. കോൺഗ്രസ് അണികൾ മാത്രമല്ല, ലീഗിന്റെ അണികളും മലബാറിൽ വലിയ തോതിൽ ഈ ഒരു സാഹചര്യത്തിനെതിരെ രംഗത്തെത്തുന്നുണ്ട്. ഈ കല്യാണ വീടുകളിൽ, ചായക്കടകളിൽ, മറ്റ് മരണ വീടുകളിലൊക്കെ പോകുമ്പോൾ ജനങ്ങൾ വളയുന്നു, സ്ത്രീകളടക്കം വളഞ്ഞു നിന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാത്തത് എന്ന ചോദ്യം വരെ ചോദിക്കുന്നു എന്നുള്ളതാണല്ലോ VS രഞ്ജിത്ത് ഇപ്പോ ലീഗ് പറയുന്നത്. അങ്ങനെ ഒരു പ്രതികരണം ലീഗിന്റെ ഒരു നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുവെങ്കിൽ തന്നെ അതൊരു സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ്. ഞങ്ങൾക്ക് അതൃപ്തി ഉണ്ട് എന്ന് UDF മനസ്സിലാക്കണം, കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ. തീർച്ചയായിട്ടും അത് മലപ്പുറം ജില്ലാ എന്ന് പറയുന്നത് പണക്കാടും PK കുഞ്ഞാലിക്കുട്ടിയുടെ വേങ്ങരയും ഒക്കെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും അവരുടെ പ്രതികരണം അങ്ങനെ ഒരു ഔട്ട്സ്പോക്കൺ മെത്തേഡിൽ വരാൻ സാധ്യതയില്ല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതികരണങ്ങൾ അവരുടെ പാർട്ടിയുടെ അഭിപ്രായമായി തന്നെ പുറത്തു വരിക എന്നുള്ളതാണ്. അപ്പോൾ മലപ്പുറത്തെ ജില്ലാ ജനറൽ സെക്രട്ടറി നേരിട്ട് വന്ന് ഇത്തരത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലീഗിന്റെ അഭിപ്രായമായി തന്നെ കണക്കാക്കാൻ സാധിക്കുന്ന ഒരു അഭിപ്രായം തന്നെയാണ്. ലീഗിന് അതിൽ അതൃപ്തിയുണ്ട്. ഹൈക്കമാൻഡ് വിളിപ്പിച്ചപ്പോൾ കാര്യം വ്യക്തമായി പറഞ്ഞതാണ്. അതിന്റെ നടപടിക്രമങ്ങൾക്ക് വേണ്ടി 1-2 ദിവസം കാത്തിരിക്കാനും ലീഗ് തയ്യാറായിരുന്നു. ഇപ്പോൾ ദിവസങ്ങൾ ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ അതിന് ഡൽഹി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന്റെ കണക്ക് പറഞ്ഞ് തടിയൂരാൻ സാധിക്കില്ല എന്നുള്ളതാണ് ലീഗിന്റെ ജനറൽ സെക്രട്ടറി പറയുന്നത്. ഇത് ഒരുപക്ഷെ പരസ്യമായി പ്രകടിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ പാണക്കാട് സാദിഖലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ഇതേ ഭാഷ ഉപയോഗിക്കും. പക്ഷെ ഇപ്പോൾ അവർ അല്പം കൂടി ക്ഷമിക്കാൻ ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ക്ഷമ കാണിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും മുഖ്യമന്ത്രിയെ തീരുമാനിച്ചാൽ ആ കാര്യം ആദ്യം ലീഗിനെ തന്നെ അറിയിക്കും. അവരെ കൂടി ബോധ്യപ്പെടുത്തിയ ശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. പക്ഷേ പ്രഖ്യാപനത്തിലേക്ക് എത്താൻ തീരുമാനത്തിലെത്തിയിട്ടില്ല. ഇപ്പോൾ മുൻ KPCC അധ്യക്ഷന്മാരെയൊക്കെ വിളിപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നൊരു സൂചന ലീഗിന് കിട്ടിയിട്ടുണ്ട്. മണ്ഡലങ്ങളും കോഴിക്കോട്ടെ ക്ലീൻ സ്വീപ്പിലും ഒക്കെ കൃത്യമായി പണിയെടുത്തത് ലീഗ് തന്നെയാണ് എന്ന് അവിടുത്തെ നിയുക്ത MLA-മാർ വരെ സമ്മതിക്കുന്ന കാര്യമാണ്. സ്വാഭാവികമായും അവർക്ക് മേൽ ലീഗിന്റെ ഒരു വലിയ സമ്മർദ്ദവുമുണ്ട്. ലീഗിന്റെ അഭിപ്രായം പരസ്യമായി പറഞ്ഞതിന് ശേഷം അതിന് വിരുദ്ധമായ ഒരു അഭിപ്രായം നിയമസഭാ കക്ഷി നേതാക്കൾ കണ്ടപ്പോൾ നിയമസഭാ കക്ഷി യോഗത്തിൽ പ്രതിഫലിപ്പിച്ചു എന്നുള്ളൊരു പരിഭവം കൂടിയുണ്ട് ലീഗിന്. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ കോഴിക്കോട്ടിനെ സംബന്ധിച്ച് കോഴിക്കോട്ടിന് ജയിച്ചു കയറിയിട്ടുള്ള MLA-മാരും കോഴിക്കോട്ടെ 2 MP-മാരും അവർ KC വേണുഗോപാലിനെയാണ് പിന്തുണച്ചത് എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. കോഴിക്കോട്ട് ഷാഫി പറമ്പിലും MK രാഘവൻ MP-യും അവർ KCയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് പുറമെ അണികൾക്കിടയിൽ പറയപ്പെടുന്നത്. മാത്രമല്ല കോഴിക്കോട്ടിൽ ജയിച്ചു കയറിയ 4 കോൺഗ്രസ് MLA-മാർ നാദാപുരത്ത് അഭിജിത്തും കൊയിലാണ്ടിയിൽ പ്രവീൺ കുമാറും ഉൾപ്പെടെയുള്ള 4 MLA-മാരും സൂരജ് ഉൾപ്പെടെയുള്ള 4 MLA-മാരും പിന്തുണയ്ക്കുന്നത് KC വേണുഗോപാലിനെയാണ് എന്ന തരത്തിലാണ് ഇപ്പൊ പ്രചരണമുള്ളത്. ഇപ്പൊ അതുകൊണ്ട് അവരൊക്കെ ജയിച്ചു കയറിയത് ഇപ്പൊ നാദാപുരം ആണെങ്കിലും കൊയിലാണ്ടി ആണെങ്കിലും ബാലുശ്ശേരി ആണെങ്കിലും ഒക്കെ ജയിച്ചു കയറിയിട്ടുള്ളത് ഇപ്പൊ കോഴിക്കോട് നോർത്ത് ജയന്ത് ഉൾപ്പെടെ ജയിച്ചു കയറിയിട്ടുള്ളത് ലീഗിന്റെ വലിയ പിന്തുണയിലാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് ഞങ്ങൾക്ക് തീരുമാനമെടുക്കും എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം ഈ MLA-മാർക്കൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസ് MLA-മാർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാം. ഇവിടെ ഇപ്പോ കോൺഗ്രസ് MLA-മാരുടെ തീരുമാനത്തിൽ ലീഗ് ഒരു അഭിപ്രായം പറയുമ്പോൾ അതിനെ മറുത്തു പറയാൻ കോഴിക്കോട്ടെ MLA-മാർക്ക് സാധിക്കില്ല. കാരണം അവരുടെ വിജയത്തിൽ അഹോരാത്രം പണിയെടുത്തവരാണ് ലീഗിന്റെ അണികൾ. അതുകൊണ്ട് അവരെ തള്ളാൻ പറ്റാത്ത സാഹചര്യം ഒരു ഭാഗത്ത്, ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കെതിരെ കൈപൊക്കാൻ പറ്റാത്ത സാഹചര്യം മറുഭാഗത്ത് തൃശങ്കുവിലായിരിക്കുന്നത് മലബാറിലെ കോൺഗ്രസ് MLA-മാരാണ്. ഗ്രൂപ്പിൽ അതിനിപ്പോ ആരുണ്ട് നമ്മള് അമ്മാവ് ഇങ്ങനെ പറഞ്ഞിട്ടെന്താ ഇത് അറിയിക്കേണ്ടതിൽ അറിയിക്കുക. പിന്നെ വേറൊരു കാര്യം പറയാൻ കേട്ടോ, പ്രധാനപ്പെട്ട നിങ്ങൾ ഈ തെഹിലി വരുമ്പല്ലേ ഈ ആണുങ്ങൾ കുറച്ച് ഒഴിവാക്കി കൊടുത്തിട്ട് ഓളടുത്തേക്ക് കുറച്ച് പെണ്ണുങ്ങളാക്കട്ടോ. ഗ്രൂപ്പിലുള്ളവരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ ഭയങ്കര പരാതിയാണ് കേൾക്കുന്നത്. ഇവളൊക്കെയുള്ള ആണുങ്ങൾ പൊതിഞ്ഞു കയറുക, പെണ്ണുങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശിക്കാനാകുന്നില്ല. നിങ്ങൾ ചാപ്പി വരുമ്പോ ഞാള് ഇങ്ങനത്തെ കളി കളിക്കുന്നില്ലാലോ, ഉണ്ടോ? അതുകൊണ്ട് കുറേയൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, ഓളൊരു പെണ്ണാണ്, അപ്പൊ ഓളെ എരിയത്തേക്ക് പോകേണ്ട പെണ്ണുങ്ങളാണ് എന്നുള്ള കുറച്ചൊക്കെ മനസ്സിലാക്കുക. എന്താ വെച്ചാൽ ഇന്ന് തന്നെ ഇപ്പൊ ഒരു 3-4 ആള് എന്നോട് ഇറങ്ങിക്ക് നോക്കും അറിയിച്ചാ പിന്നെ ഞങ്ങളൊന്ന് പറയണം ഗ്രൂപ്പിൽ, ഞാക്കൊരു ഫോട്ടോ എടുക്കാനോ ഞാക്കൊന്നും ഓളെ എരിയത്തേക്ക് പോകാനോ ഒന്നും അറിയില്ല. ഒരു പെണ്ണുങ്ങളെടുത്ത് ഒരു പെണ്ണുങ്ങൾക്കാന്ന് നിൽക്കാനോ നോക്കാനൊക്കെ സുഖം. അതിനെനിക്ക് ആണുങ്ങള് ഫുള്ളായിട്ട് ഓളങ്ങ് പൊതിഞ്ഞളിയും. എന്നിട്ട് ഒരു പെണ്ണുങ്ങൾക്ക് അങ്ങോട്ട് പോയിട്ട് ഒരു സെൽഫി എടുക്കാനോ ഒരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഒക്കെ ഒരു കൈ എടുക്കാനോ ഒന്നും നിങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ട് അതിന് നിങ്ങൾ കുറച്ച് വിട്ട് നിന്ന് തരണം.
എന്താ വെച്ചാൽ ഞാളൊക്കെ പരിശ്രമിച്ചിട്ടാണ് ഓള് ജയിച്ചത്. അല്ലാണ്ട് വെറുങ്ങനെ അങ്ങ് ജയിച്ചു വിട്ടുക നിങ്ങളൊക്കെ ഉള്ള കളി കൊണ്ട് ജയിച്ചല്ല. ഞാളും ഒരുപാട് അധ്വാനം ചെയ്യും. അപ്പൊ ഞാക്കും ഉണ്ടാവും ഞാളേതായ ഒരു ആവേശമൊക്കെ. അപ്പൊ കുറച്ച് നിങ്ങളൊന്ന് വിട്ടു നിന്നീര. എന്നിട്ട് പെണ്ണുങ്ങളൊക്കെ കുറച്ച് പെണ്ണുങ്ങളോളെ ഏരിയത്തേക്കാക്കുക. എന്നിട്ട് ആണുങ്ങളൊന്ന് വിട്ടു നിൽക്കുക. താത്ത, ആണുങ്ങൾക്കാണ് കാര്യമായിട്ട് തഹ്ലിയാനെ പിടിക്കേണ്ടത്. പെണ്ണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും തഹ്ലിയാനെ പോയി കാണാലോ. ആണുങ്ങൾക്ക് അങ്ങനെയല്ല, ചില സാഹചര്യങ്ങളിൽ മാത്രമേ ഓളെ കയ്യുമ്മ പിടിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ അവസരത്തിൽ അപ്പൊ എന്ത് ചെയ്യാ, ആണുങ്ങൾക്ക് മുന്നാക്കം കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ പെണ്ണുങ്ങളാണ് മാറി കൊടുക്കുക. പെണ്ണുങ്ങൾക്ക് ഒരു പെണ്ണിനെ എപ്പോ ചെന്നുകാണ്ടും പിന്നെ സംസാരിക്കാനും തൊടാനും പിടിക്കാനൊക്കെ പറ്റുമല്ലോ. ആണുങ്ങൾക്ക് അങ്ങനെയല്ലേ? ആണുങ്ങൾക്ക് പ്രത്യേക സാഹചര്യത്തിൽ പാണക്കാട് സാദിഖ് അലി സാഹിബും ഷാഫി പറമ്പിലും അബ്ദുസമദ് സമദാനി അതേപോലെ മുസ്ലിം ലീഗിന്റെ ഒക്കെ നേതാക്കന്മാരിന്റെ വേദിയിലെ ഇപ്പൊ ആണുങ്ങൾക്ക് കയറി ചെന്നുകാണ്ട് ഓളെ തൊടാനും പിടിച്ചാനും പറ്റുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ, നിങ്ങൾക്ക് ഏത് നേരത്തും എപ്പോഴും പിടിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആണുങ്ങൾക്ക് വേദി ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ആണുങ്ങളെ നിരാശപ്പെടുത്തരുത്, മനസ്സിലായാലും നിങ്ങൾക്ക്. അപ്പൊ എന്ത് ചെയ്യാ, അവസരത്തില് ഇങ്ങക്ക് എന്ത് ചെയ്യാ, ഏത് അവസരത്തിലും ഓളെ കാണും തൊടും പിടിച്ചൊക്കെ ചെയ്യാം. ആണുങ്ങൾക്ക് അങ്ങനെ പറ്റൂലേ. ഒരു ആഹ്ലാദ പ്രകടനത്തിന് ജീപ്പിന്റെ പുറത്തേക്ക് കൊത്തി പിടിച്ച് കയറിയാലേ മനുഷ്യന്മാർക്ക് ആണുങ്ങൾക്ക് ഓളെ തൊടാൻ പറ്റുള്ളൂ. ആ അവസരം പിന്നെ കിട്ടൂല. അപ്പൊ ആണുങ്ങൾക്ക് ഒരിക്കലും അവസരം നഷ്ടപ്പെടുത്തരുത്. അപ്പൊ നിങ്ങളൊന്നും മാറി നോക്കണം. നിങ്ങൾ ശരിക്കും പറയേണ്ടത് ഇപ്പൊ ആണുങ്ങൾ പോയി മുത്തിക്കൊണ്ടെന്നാ നിങ്ങൾ പറയേണ്ടത്. ഞങ്ങൾ സൗകര്യം പോലെ പോയി മുത്തിക്കൊണ്ട് നിങ്ങൾ പറയേണ്ടത്. അജയന്റെ താത്ത, അത് ലീഗാണ് പാർട്ടി, നിങ്ങൾക്ക് അറിയില്ല കഥ. അല്ല, താത്ത അതല്ല പറഞ്ഞത്. താത്ത പറഞ്ഞത് തഹ്ലിയനെ പോലത്തെ ആളുകള് ഏതെങ്കിലും പ്രസംഗ വേദിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പരിപാടിയിലേക്കൊക്കെ വരുമ്പോൾ അവളെ ചുറ്റുപുറത്തും പിന്നെ അതായത് ഒരു നേതാവ് വരുമ്പോ അനുയായികളും ഒപ്പം ഉണ്ടാവുമല്ലോ. അപ്പൊ അവളെ ചുറ്റുപുറത്തും പെണ്ണുങ്ങൾ വരണം, ആണുങ്ങൾ നിൽക്കരുത് എന്ന്. ഇപ്പൊ വി ഡി സതീശൻ വരികയാണെങ്കിൽ അവന്റെ ബാക്കിൽ കുറച്ച് ആളുകൾ ഉണ്ടാവും. പിണറായി വിജയൻ വരികയാണെങ്കിൽ പിണറായി വിജയന്റെ ബാക്കിൽ കുറച്ച് ആളുകൾ ഉണ്ടാവും, പാർട്ടിക്കാരായിട്ട് ആളുകള്. അതിൽ സെക്യൂരിറ്റി ഉണ്ടാവും, PA ഉണ്ടാവും, അങ്ങനത്തെ കുറച്ച് ആളുകൾ ഉണ്ടാവും. എന്നതുപോലെ തെഹ്ലിയ വരുമ്പോ തെഹ്ലിയയുടെ കൂടെ വരുന്ന ആളുകള് ആണുങ്ങളാവരുത്, പെണ്ണുങ്ങൾ ഒരു കൂട്ടമായിരിക്കണം. അപ്പൊ ഈ തെഹ്ലിയാനെ കാണാൻ നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് ആട് ചെല്ല, കൈ കൊടുക്കുക, കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാം. മറ്റേത് ആണുങ്ങളാണെങ്കിൽ അതിന്റെ അടിയിൽ കൂടി പോയിട്ട് ഈ ആണുങ്ങളെ തിരക്കി പോയിട്ട് കൈ കൊടുക്കണ്ടേ. അപ്പൊ അത് താത്ത പറഞ്ഞത് ഒരു കണക്ക് നല്ല കാര്യമാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.